രഞ്ജി ട്രോഫി ഫൈനലിൽ തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് കരകയറി കേരളം. രണ്ടാം ദിനം കളി അവസാനിപ്പിച്ചപ്പോൾ കേരളം 3 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് നേടിയിട്ടുണ്ട്. 66 റൺസുമായി ആദിത്യ സർവാത്തയും 7 റൺസുമായി നായകൻ സച്ചിൻ ബേബിയുമാണ് ക്രീസിൽ. ആദ്യ ഇന്നിംഗ്സിൽ വിദർഭ 379 റൺസിന് ഓൾ ഔട്ടായി. 254 എന്ന നിലയിലാണ് രണ്ടാം ദിനം വിദർഭ കളി ആരംഭിച്ചത്. പക്ഷേ ആദ്യ സെഷനിൽ കേരളത്തിന്റെ പേസ് ബൗളർമാർക്ക് മുന്നിൽ വിദർഭ മുട്ടുമടക്കുന്നതാണ് കണ്ടത്. 5 നിർണായക വിക്കറ്റുകൾ ആദ്യ സെഷനിൽ തന്നെ വീണു. ഒപ്പം തന്നെ രണ്ടാം സെഷന്റെ തുടക്കത്തിൽ വിദർഭയുടെ അവസാന വിക്കറ്റും എറിഞ്ഞിട്ട് കേരളം 379-ന് വിദർഭയെ പുറത്താക്കി. ഏതൻ ആപ്പിൾ ടോം 3 വിക്കറ്റ്, ഒപ്പം തന്നെ MD നിതീഷ് 3 വിക്കറ്റ്, NP ബേസിൽ 2 വിക്കറ്റ്, ജലക് സക്സേന 1 വിക്കറ്റും നേടി. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഏതൻ ആപ്പിൾ ടോം കേരള ടീമിലേക്ക് തിരികെ എത്തിയത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ 3 വിക്കറ്റ് പ്രകടനത്തിന് ഇന്ന് വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷിയാവുകയും ചെയ്തു. കേരളത്തിന്റെ ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയത് നിരാശയോടെയായിരുന്നു, തകർച്ചയോടെയായിരുന്നു. ഓപ്പണർ രോഹൻ കുന്നുമ്മൽ റൺ എടുക്കുന്നതിന് മുൻപ് തന്നെ ദർശൻ നാൽക്കണ്ടയുടെ പന്തിൽ പുറത്തായി. ഒപ്പം തന്നെ 14 റൺസ് എടുത്ത അതിവേഗം 14 റൺസ് എടുത്ത ഓപ്പണർ അക്ഷയ് ചന്ദ്രന്റെ വിക്കറ്റും കേരളത്തിന് തുടക്കത്തിൽ നഷ്ടമായി. 14-2 എന്ന രീതിയിലേക്ക് കേരളം മാറി തകർന്നിരുന്നു. പക്ഷേ 3-ാം വിക്കറ്റിൽ കേരളത്തിന്റെ 3-ാം നമ്പറിൽ ഇന്ന് ഇറങ്ങിയത് മുൻ വിദർഭയുടെ താരമായ ആദിത്യ സർവാത്തയാണ്. മനോഹരമായി ആദിത്യ സർവാത്തെ ബാറ്റ് വീശി. അഹമ്മദ് ഇമ്രാനൊപ്പം രണ്ടാം മത്സരത്തിന് ഇറങ്ങിയ അഹമ്മദ് ഇമ്രാനൊപ്പം ഇന്ന് അദ്ദേഹം 93 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി. അർദ്ധ സെഞ്ചുറിയുമായി 66 റൺസോടെ ആദിത്യ സർവാത്തെ ക്രീസിൽ തുടരുന്നുണ്ട്. 37 റൺസ് എടുത്ത അഹമ്മദ് ഇമ്രാന്റെ വിക്കറ്റും ഇന്ന് കേരളത്തിന് നഷ്ടമായി. 7 റൺസ് എടുത്ത ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് ആദിത്യ സർവാത്തേക്കൊപ്പം ക്രീസിലുള്ളത്. നാളെ രാവിലെ ആദ്യ സെഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം പേസ് ബോളർമാരെ വല്ലാതെ പിന്തുണയ്ക്കുന്ന ഒരു സ്വഭാവം 2 ദിവസമായി പിച്ചിനുണ്ട്. നാളത്തെ ആദ്യ സെഷനിൽ വിദർഭ ബൗളർമാരെ കൃത്യമായി നേരിട്ട് വിക്കറ്റ് നഷ്ടപ്പെടാതെ അനായാസം സ്കോർ കണ്ടെത്താനാവും കേരളത്തിന്റെ ശ്രമം. അങ്ങനെയെങ്കിൽ നാളെ കേരളം ലീഡിലേക്ക് പോകും. 248 റൺസ് കൂടിയാണ് കേരളത്തിന് ഇനി ആദ്യ ഇന്നിംഗ്സ് ലീഡെടുക്കാൻ വേണ്ടത്. വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ബിപിൻ ജെയിംസിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.